നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനോ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനോ ക്യാമറയിൽ കുടുങ്ങി ചെല്ലാൻ ലഭിച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും അടയ്ക്കാമെന്ന് ഇനി നിങ്ങൾ കരുതേണ്ട. പിഴ അടയ്ക്കാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ മറ്റൊരു സേവനങ്ങളും ഇനി നിങ്ങൾക്ക് ലഭിക്കില്ല. ഹെൽമറ്റിന്റെ ചെറിയൊരു പിഴയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലൈസൻസ് പുതുക്കാനോ വണ്ടിയുടെ ഉടമസ്ഥാവകാശം മാറ്റാനോ RTO ഓഫീസിൽ ചെന്നാൽ കമ്പ്യൂട്ടർ സിസ്റ്റം അനുമതി നിഷേധിക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ പുത്തൻ ആയുധമായ നെക്സ്റ്റ് ജനറേഷൻ ചെല്ലാൻ പോർട്ടൽ വരുന്നതോടെയാണ് ഈ മാറ്റങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച പോർട്ടലിലേക്ക് മാറുന്നതോടെ ചെല്ലാൻ തുക അടയ്ക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾക്ക് കടുത്ത പൂട്ടാണ് വീഴുക. സംസ്ഥാനത്തെ RTO ഓഫീസുകളിൽ ഈ പുതിയ സോഫ്റ്റ്വെയറിന്റെ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിഴയടുക്കാതെ മാറി നിൽക്കുന്നവരുടെ കുടിശ്ശികകൾ കുന്നുകൂടുന്നത് ഒഴിവാക്കാനും അവ വേഗത്തിൽ തീർപ്പാക്കാനുമാണ് MVD ഈ പരിഷ്കാരം നടപ്പാക്കുന്നത്. ഇതിനു മുൻപ് 2006 ചെല്ലാൻ സിസ്റ്റത്തിൽ മാറ്റം വരുത്തിയത്. ഇപ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 167, 168 വകുപ്പുകൾ പ്രകാരമാണ് പുതിയ ഡിജിറ്റൽ നിയന്ത്രണം വരുന്നത്. പുതിയ പോർട്ടൽ നിലവിൽ വരുന്നതോടെ നിയമലംഘനത്തിന് ചെല്ലാൻ വന്ന് 45 ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ വണ്ടിയുടെ നികുതി അടയ്ക്കാൻ ഒഴികെയുള്ള മറ്റെല്ലാ RTO സേവനങ്ങളും കമ്പ്യൂട്ടർ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ബ്ലോക്ക് ചെയ്യും. ലൈസൻസ് സംബന്ധിച്ച കാര്യം, വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കൽ, വണ്ടിയുടെ ഉടമസ്ഥാവകാശം മാറ്റൽ, പെർമിറ്റ് തുടങ്ങിയവയെല്ലാം ഇതോടെ വഴിമുട്ടും. ക്യാമറകളോ ഉദ്യോഗസ്ഥരോ വഴി തെറ്റായ ചെലാനുകളാണ് ലഭിച്ചതെങ്കിൽ വാഹന ഉടമകൾക്ക് തെളിവുകൾ സഹിതം 45 ദിവസത്തിനകം ഈ പോർട്ടൽ വഴി ഓൺലൈനായി പരാതി സമർപ്പിക്കാം. പരാതി ലഭിച്ചാൽ 30 ദിവസത്തിനകം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അതിൽ അന്തിമ തീരുമാനമെടുക്കും. പരാതി ന്യായമാണെന്ന് ബോധ്യപ്പെട്ടാൽ ചെലാൻ റദ്ദാക്കും, അല്ലെങ്കിൽ അത് തള്ളും. നിശ്ചിത സമയത്തിനകം പിഴയടയ്ക്കാനോ പരാതി നൽകുകയോ ചെയ്യാത്ത ചെല്ലാനുകളിൽ വാഹന ഉടമ കുറ്റം സമ്മതിച്ചതായി സിസ്റ്റം കണക്കാക്കും. മോട്ടോർ വാഹന വകുപ്പ് പരാതി നിരസിച്ചാൽ 15 ദിവസത്തിനകം വാഹന ഉടമയ്ക്ക് കോടതിയെ സമീപിക്കാം. എന്നാൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ചെല്ലാൻ തുകയുടെ 50% മുൻകൂറായി കെട്ടിവെക്കേണ്ടി വരും. കേസിൽ ജയിച്ചാൽ മാത്രമേ ഈ തുക തിരികെ ലഭിക്കൂ. കേന്ദ്ര സർക്കാരിന്റെ ഈ സോഫ്റ്റ്വെയർ ഇതിനകം തന്നെ പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കി കഴിഞ്ഞു.